ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ ഞാൻ അരി വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നു. അരിയും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ചോറും എല്ലാം കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് ഞാൻ അത് അരച്ചെടുക്കുന്നത്. ഉപ്പൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇവിടെ വെച്ചേക്കും. അതൊന്ന് കുതിർന്ന് മാവ് പൊങ്ങി. കറി വയ്ക്കാൻ ഞാൻ എടുത്തത് കടലയാണ്. കടലയും തലേ ദിവസമേ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനിയും അത് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം ചായ അടുപ്പിലിട്ടിട്ടുണ്ട്. അതുകൂടെ തേയിലയും പഞ്ചസാരയും ഒക്കെ ഇട്ട് പാൽ ഒഴിച്ച് നമുക്ക് എടുക്കാം. ചായ അനത്താൻ ഇത്തിരി താമസിച്ചു പോയി. പാലുകാരനാണെങ്കിൽ പാല് കൊണ്ടുവന്നത് ഒരുപാട് താമസിച്ചു പോയി. അതുകൊണ്ട് ചായ ഇന്നനത്താൻ ഇച്ചിരി താമസിച്ചു. ഇനിയും ബാക്കിയുള്ള ജോലികളിലേക്കൂടെ നമുക്ക് പോകാം. വീടിൻ്റെ അകം ക്ലീനിങ്, അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ടുള്ള ആക്കി. വെറും കാലി ചായയാണ് ഇപ്പം കുടിക്കുന്നത്. അമ്മയ്ക്ക് കൂടെ കൊണ്ടുവന്ന് ഒരു കപ്പ് ചായ കൊടുത്തിട്ട് വരട്ടെ. ഒത്തിരി താമസിച്ച് പോയി ചായ എടുക്കാൻ. അമ്മയ്ക്ക് ഞാൻ ചായ ഒഴിച്ചുകൊണ്ട് കൊടുത്തു. ഞാൻ ചെയ്തത്, നമ്മൾ കടല കൊതിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതല്ലോ, അത് കുക്കറിലോട്ട് മാറ്റി തീ കത്തിച്ച് ഡപ്പയിലോട്ട് വെച്ച്. കടലയ്ക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ കടല വേവിക്കാൻ വെച്ചത്. പുറകാലെ കടലയ്ക്ക് വേണ്ടുന്ന മസാലകളും അതുപോലെ തന്നെ സവാളയും ഒരു പഴുത്ത തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചെറുതായി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കടല വേവിക്കാൻ അടുപ്പയിലോട്ട് വെച്ചു. അത് വേഗത്തെ അപ്പോഴത്തേക്കിന് കടലയ്ക്ക് വേണ്ടുന്ന ഉള്ളിയും ഇഞ്ചിയും എല്ലാം പൊളിച്ചരിഞ്ഞെടുത്ത് വയ്ക്കാം. ഈ സമയം നമ്മുടെ പടിക്കൽക്കൂടെ മീൻ പോയിട്ടുണ്ടായിരുന്നു. ഈ പടിക്കൽക്കൂടെ നല്ല വലിയ മീനുകളൊന്നും പോകത്തില്ല, ചെറിയ ചെറിയ സൈസ് മീനുകളെ പോകത്തുള്ളൂ. ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. മത്തിയാണ് മേടിച്ചത്. മത്തിക്കിപ്പം ഭയങ്കര വിലയാണ്. എങ്കിലും മീനില്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വല്പം മീനൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ 1/2 കിലോ മത്തിയെ വാങ്ങിച്ചുള്ളൂ. വന്നു കഴിഞ്ഞ് തേച്ച് മഴക്കാൻ ഒരുപാടുണ്ടായിരുന്നു. തേച്ച് മഴക്കുകയാണ്. നമ്മുടെ അടുപ്പയിലോട്ട് കടലക്കറിക്ക് വേണ്ടിയുള്ള കടലയും വെച്ചിട്ടുണ്ട്. തേച്ച് മടക്കി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കടലക്കറി വെന്ത് കിട്ടുമല്ലോ. പാത്രങ്ങൾ തേച്ചങ്ങോട്ട് വഴിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകാം.
അങ്ങനെ തേച്ചുമഴക്കൊക്കെ കഴിഞ്ഞു. ഇനിയും കഞ്ഞിക്ക് വെള്ളം വയ്ക്കുകയാണ്. ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ കിണർ ഈയിടെ ഇറച്ചതേ ഉള്ളൂ. കിണർ ഇറച്ചപ്പോഴേ ചവറുകളൊക്കെ വലിച്ചു പറിച്ചപ്പോഴേ പൊടിയൊക്കെ വെള്ളത്തിൽ വീണിട്ടുണ്ട്. നമുക്ക് അരിച്ചാണ് വെള്ളം വരുന്നത് എങ്കിലും ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കടല വെന്തിട്ടുണ്ടായിരുന്നു. കടലയ്ക്ക് വേണ്ടി സവാള, ഒരു പഴുത്ത തക്കാളിക്ക, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞു വച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും. അതെല്ലാം ഒന്ന് വഴന്ന ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതായത് വെളുത്തുള്ളിയാണ് ഇട്ടത്. വെളുത്തുള്ളി, ഇഞ്ചി, കൂടെ സവാളയും. ഇതൊന്ന് വഴന്ന ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. വടില്ലാതെ തക്കാളി ഇട്ടാൽ ചുമ്മാ ഉടയാതെ വേകാതെ കിടക്കും തക്കാളി. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായി വഴന്ന ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വേകാനായിട്ട് ഞാനൊരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കടലക്കറിക്ക് വേണ്ടിയുള്ള മസാലകളാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് പിരിയമുളകിൻ്റെ പൊടി, എരിവില്ലാത്ത പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല, സ്വല്പം കായപ്പൊടി, ഗരം മസാല. ഇത്രയുമാണ് ഞാൻ കടലക്കറിക്ക് വേണ്ടി തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ ചിക്കൻ മസാല ചേർക്കാറുണ്ട്. ഇന്ന് ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നില്ല. അതിന് പകരം മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഞാൻ കടലക്കറിയെല്ലാം തയ്യാറാക്കി എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കിന് അരച്ച് വെച്ചിരിക്കുന്ന, രാവിലെ ഞാൻ അരച്ച് വെച്ചിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. പാലപ്പത്തിനുള്ളത് കുതിർന്ന് തയ്യാറായിട്ടുണ്ട്. അപ്പം പാലപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കുമുള്ള പാലപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അടുപ്പ് കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം അങ്ങോട്ട് വയ്ക്കുകയാണ്. ഇപ്പോഴേ അടുപ്പ് കത്തിക്കുന്നത് വറവ് സമയത്ത് വലിയ പ്രയാസമില്ലെങ്കിലും മഴ സമയത്ത് നല്ല പ്രയാസമാണ്. പിന്നെ നമുക്ക് വിറകുണങ്ങിയത് കുറച്ച് കിടപ്പുണ്ട്. ഇപ്പം പെട്ടെന്ന് കത്തിപ്പിടിക്കാനായിട്ട് ഞാൻ പറമ്പിൽ നിന്ന് കുറച്ച് ചുള്ളിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോഴേ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. വെള്ളം ചൂടായപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ഇഞ്ചി വിത്ത് നടാനുണ്ടായിരുന്നു. അതുപോലെ മഞ്ഞളും ഉണ്ട്. അപ്പോഴേ മഴ പെയ്തു. അപ്പോഴേ ഇഞ്ചി വിത്ത് അങ്ങ് നട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി വിത്തെല്ലാം ഉണങ്ങി അങ്ങ് എല്ലാം മുളച്ചു. ഈ ഇഞ്ചി കിട്ടിയത് എനിക്ക് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. അതുപോലെ മഞ്ഞളും കിട്ടിയിട്ടുണ്ട്. മഞ്ഞളിന് പക്ഷേ ഒരു കേടില്ല. ആ കൊണ്ടുവന്ന മാതിരി തന്നെ ഇരിക്കുകയാണ്, നല്ല ഫ്രഷായിട്ടിരിക്കുകയാണ്. അതേസമയം പിന്നെ ഇഞ്ചിയാണെങ്കിൽ ചുക്കി ചുളഞ്ഞ് മുളച്ച് ഇങ്ങനെ വല്ലാതായി കിടക്കുന്നു. കിളിക്കോ ഇല്ലയോ എന്ന് ആർക്കറിയാം. പക്ഷേ കുഴിച്ചെടുക്കുകയാണ്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടിയേക്കും. അപ്പോഴേ ഇങ്ങനെയൊക്കെയല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇങ്ങനെ സാധിക്കുള്ളൂ. ഞാൻ ഇഞ്ചി നടുന്ന രീതിയാണ് ഇതൊക്കെ. അപ്പോഴേ എല്ലാവരും നടുന്നത് ഒരു പാത്തി പോലെ വെട്ടിയിട്ട് അതിലാണ് ഇഞ്ചി നടുന്നത്. ഇവിടെ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലൊക്കെ നട്ടു വയ്ക്കുകയാണ്. അപ്പം കിളിക്കുമായിരിക്കും അല്ലേ, കിളിക്കുമെന്നുള്ള വിശ്വാസം. ഇപ്പോഴേ കുറച്ച് മണ്ണ് മാന്തി കുറച്ച് ഇഞ്ചി മാത്രം ഞാൻ നട്ടു വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇഞ്ചി മാറ്റി വെച്ചു. ഇതുപോലെ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ കൊണ്ട് നടും. തൂട്ടിക്കമ്പ് എടുക്കുന്ന സ്ഥാനത്ത് അങ്ങ് വെച്ചേക്കാം. കൊല്ലയിലെ മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്, നമ്മൾ പൊടിക്കാൻ മേടിച്ചില്ലേ, അപ്പോൾ ആ അരി ഇവിടെ ഇട്ടതാണ്. ഇപ്പം കുറേ മുളകുണ്ടായിട്ടുണ്ട്. പൂവുണ്ട് ഇഷ്ടം പോലെ. വലിയ പ്ലാവുകളിലൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലുണ്ട് മേളിലോട്ട്. ഇത് കൊടിയിടുന്ന ഒരു മരത്തിൻ്റെ പേര് ആഴാന്ത എന്നാണ്. ഭയങ്കര ഉയർത്തി പോയിട്ടുണ്ട്. ഇപ്പം നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈ വിൽക്കാൻ കിട്ടും. പണ്ട് കാലത്തൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ മരം. തൊമര പണ്ട് കാലങ്ങളിലൊക്കെ ഇത് കപ്പയുടെ കൂടെ ഇട്ട് വേവിച്ചിരുന്നു. ഇപ്പം കാണാനേ ഇല്ല ഇത്.
ഇതിൻ്റെ ഇല കണ്ടോ? ഇതിൻ്റെ ഇല ആടിന് പശുക്കൾക്ക് ഒക്കെ കട്ട് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഇല കൊടുത്താൽ വേഗം അതിൻ്റെ കട്ട് മാറും. ഇത് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് തൊമര. ഇങ്ങനെ നിന്നാലൊക്കത്തില്ല, നമുക്ക് വീട്ടിലോട്ടിറങ്ങിപ്പോ. ഇതാ കണ്ടോ കോലിഞ്ചി, കിളച്ച് മാറ്റിയിട്ടില്ല കേട്ടോ. ഈ വർഷം വിലയില്ലായിരുന്നു, ഇനി ഇത് കിളച്ച് കളയുകയേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു കാന്താരി ആയതുകൊണ്ട് ഞാനിത് പറിക്കത്തേയില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, പഴുത്ത് നിൽക്കുകയാണ്. അപ്പം പക്ഷേ നമ്മുടെ പഴുങ്കഞ്ചിയൊക്കെ കുടിക്കാൻ ഈ മുളക് വേണം. ഇപ്പം നേരമില്ല എനിക്ക് പറിക്കാൻ. ഈ പച്ചപ്പിലൊക്കെ നിന്നിട്ട് വീട്ടിലോട്ട് പോകാൻ തോന്നത്തില്ല. ഇവിടെ തന്നെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ തോന്നും. വേണ്ടാന്ന് പറഞ്ഞാലും കുറച്ച് കാന്താരിനുള്ളിൽ പറിക്കാം. കളയാൻ പറ്റുമോ? ഒന്നും കളയത്തില്ല. ഞാൻ പടി കൊണ്ടാണ് പറിക്കാത്തത്. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ വന്ന് പറിക്കും. ഇപ്പം എനിക്ക് നേരമില്ല പറിച്ചുകൊണ്ടിരിക്കാൻ. നേരം ഉള്ളപ്പം വന്ന് പറിക്കാം. പഴുത്ത് നിൽക്കുക, കിളിയെല്ലാം തിന്നു. ഒരു തണുപ്പ്, ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. കജ്ജയുടെ തീ പോയി കാണും, പോവുകയാണ് ഇവിടെ. ഇഞ്ചി നട്ട് പോയി വന്നപ്പോഴത്തേക്ക് കഞ്ഞിയുടെ തീ ഒട്ടുമില്ല. ഇനി കഞ്ഞിയുടെ തീ ആദ്യം തൊട്ട് കത്തിക്കണം. പിന്നെ ഞാൻ മീനാണ് വെട്ടുന്നത്. രാവിലെ ഞാനിവിടെ മീൻ മേടിച്ചിട്ടിരുന്നതല്ല, അപ്പോഴത് വെള്ളത്തിലിട്ടേക്കുകയായിരുന്നു. അതങ്ങ് വെട്ടിയെടുത്ത് കറി വയ്ക്കാം. ഒരുവിധം വലിയ മീനാണ്. അപ്പം ഇപ്പോഴേ മത്തി കറി വയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ കുറച്ച് നാളായി മത്തി മേടിച്ചിട്ട്. അപ്പോൾ വലിയ മത്തി കണ്ടതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത് വെട്ടിയൊന്ന് കറി വയ്ക്കാം. അപ്പോൾ സാധാരണ എന്നും കറി വയ്ക്കുന്നത് പോലെ ആണ് ഇന്നും മീൻ കറി വയ്ക്കുന്നത്. അതായത് ഞാൻ മുളക് കറിയാണ് മിക്കവാറും വയ്ക്കുന്നത്. തേങ്ങ അങ്ങനെ അരയ്ക്കാറില്ല, വല്ലപ്പോഴുമേ തേങ്ങ അരച്ച് കറി വയ്ക്കാറുള്ളൂ. അപ്പോഴേ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആകും. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോഴേ ഞാനിത് വെട്ടി കറി വയ്ക്കും. പിന്നെ ബാക്കി ചോറിന് ഒഴിച്ചു കറിയൊക്കെ വയ്ക്കുന്നത് എന്തെങ്കിലും ഒരു തേങ്ങാക്കറി വയ്ക്കാനാണ് പ്ലാന്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇനിയും
ഈ വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ ഇതുവരെയും ഒരു മടുപ്പും തോന്നാതെ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എനിക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് മാത്രം ഉള്ളൂ. എൻ്റെ അടുക്കളയിൽ എന്താണോ ഞാൻ ചെയ്യുന്നത് ഒട്ടും കളങ്കമില്ലാതെ പൊള്ളയില്ലാതെ കാണിക്കുന്നു. അത്രയുള്ളൂ എൻ്റെ ഈ വീഡിയോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ, പുതുതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ. താങ്ക് യു.